ഹായ്, ഞാൻ ബിന്ദു. എൻ്റെ യൂട്യൂബ് ചാനൽ ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാലഡ് കുക്കുംബറിൻ്റെ ചെടി പൂവിടാറാകുമ്പോൾ എന്തൊക്കെ ചെയ്താലാണ് തുടരെ തുടരെ നിറയെ കായ്കൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇത് കുക്കുംബറിൻ്റെ വിത്ത് ഞാൻ വെള്ളത്തിനകത്തിട്ട് വെച്ചിരിക്കുന്നതാണ്. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് സ്യൂഡോമോണാസും കൂടെ ചേർത്തിട്ടുണ്ട്. നമ്മൾ സ്യൂഡോമോണാസ് ചേർക്കുകയാണെങ്കിൽ മണ്ണിൽ നിന്നുള്ള രോഗങ്ങൾ കുറയുകയും ചെയ്യും, ചെടി നല്ല ആരോഗ്യത്തോടെ വളർന്നു വരികയും ചെയ്യും. അപ്പോൾ നമ്മൾ ഈ വിത്തുകൾ പാകി വെക്കേണ്ടതെന്ന് പറയുന്നത് നല്ലതുപോലെ അടിവളം ചേർത്തിട്ടുള്ള മണ്ണിൽ വേണം പാകി വയ്ക്കാൻ. ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പോട്ടിംഗ് മിക്സ് നിറയ്ക്കുന്നത് തന്നെ മണ്ണും ചകിരിച്ചോറും നല്ല അളവിൽ ചാണകപ്പൊടിയും ചേർത്തിട്ടാണ്. അതിൻ്റെ കൂടെ നമ്മൾ മണ്ണിളക്കം നിലനിർത്തുന്നതിന് വേണ്ടി ഉമിയും ചേർക്കാറുണ്ട്. അങ്ങനെ ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു ചട്ടിയാണിത്. അപ്പം ഇതിനകത്തോട്ട് ഞാൻ മണ്ണ് നല്ലപോലെ ഇളക്കിയിട്ട് പയർ നട്ടിരുന്നതാണ് നേരത്തെ. അപ്പോൾ ഇതിൻ്റെ മണ്ണ് ഞാൻ നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് ഇതിനകത്തേക്ക് ഞാൻ വിത്ത് പാകി കൊടുക്കുവാണേ. നേരിട്ട് പാകിയാൽ മതി, അല്ലെങ്കിൽ നമുക്ക് പ്രോട്രേക്കകത്ത് പാകി മുളപ്പിച്ചിട്ട് വേണമെങ്കിലും നടാം. അപ്പം ഞാൻ ഇതിനകത്തുനിന്നൊരു 2-3 ഒത്തിരി ആഴത്തിലേക്ക് വേണ്ട. പിന്നെ ഇത് നല്ല ഇളക്കമുള്ള മണ്ണായതുകൊണ്ട് അങ്ങനെ അല്ലെങ്കിലും അവരങ്ങ് കിളുത്തു വന്നോളും. അപ്പം ഞാനിത് ഇതിനകത്തൊരു 3-4 എണ്ണം വെച്ച് ഒരു 3 സ്ഥലത്ത് പാകിയിടുന്നുണ്ട്. ആരോഗ്യമുള്ളതിനെ നിർത്തിയിട്ട് നമുക്ക് അല്ലാത്തതിനെ പിഴുത് കളയണം. ഇനി നമുക്കിതിനകത്ത് വെള്ളം തളിച്ച് വെച്ചിരുന്നാൽ മതി. ഒരു 3 മുതൽ 5 ദിവസങ്ങൾക്കുള്ളിൽ ഇവർ നല്ല പോലെ വളർന്നു വരും. വളർന്നു തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ഏകദേശം 1/2 അടി, അതായത് ഒരു കൈപ്പത്തിയുടെയൊക്കെ ഉയരം വരുന്ന അവസരത്തിൽ ഇതിന് നല്ല പോലെ പുതിയതായി എന്തെങ്കിലും ജൈവവളം എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ളത് ചാണകപ്പൊടിയോ അല്ലെങ്കിൽ മണ്ണിര കമ്പോസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള വളം ചേർക്കുക. അതുപോലെ മണ്ണിട്ട് കൂട്ടുകയും കൂടെ ചെയ്യണം. എങ്കിലേ ഇവർക്ക് നല്ല വളർച്ച കിട്ടത്തുള്ളൂ. സാലഡ് കുക്കുംബർ വളർത്തുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ കൃത്യമായി അവർക്ക് നന കൊടുക്കണം. മഴയില്ലാത്ത ദിവസങ്ങളിലാണെങ്കിൽ എല്ലാ ദിവസവും തന്നെ നനയ്ക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ഇതുപോലെ ഗ്രോ ബാഗുകളിലും പാത്രങ്ങളിലും ഒക്കെ ടെറസിലും ഒക്കെ ആയിട്ട് നമ്മൾ നട്ട് വളർത്തുമ്പോൾ അവർക്ക് കൊടുക്കുന്ന വെള്ളം മാത്രം, അല്ലെങ്കിൽ അവർക്ക് ആ കിട്ടുന്ന വെള്ളം മാത്രം കുറച്ച് സമയത്തേക്കിനെ അതിനകത്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ മഴയില്ലാത്ത ദിവസങ്ങളിലാണെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും നനച്ചു കൊടുക്കണം. അതുപോലെ സാലഡ് കുക്കുംബർ വളർത്തുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു പരാതിയാണ് സാലഡ് കുക്കുംബറിന് കയ്പ്പ് വരുന്നു എന്നുള്ളത്. സാലഡ് കുക്കുംബർ ആയാലും നമ്മൾ കറി വെക്കുന്ന കുക്കുംബർ ആയാലും അതിന് കയ്പ്പ് വരുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നന കൃത്യമാകാത്തതാണ്. നമ്മളിപ്പോൾ ഒരു ദിവസം നനയ്ക്കും, പിന്നെ ഒരു ദിവസം നനയ്ക്കാതിരിക്കും, അല്ല 2 ദിവസം നനയ്ക്കും, ഒരു ദിവസം നനയ്ക്കാതിരിക്കുമ്പോൾ അതിൻ്റെ ചുവട് ഉണങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് അതിൽ കയ്പ്പ് രസം ഉണ്ടാകുന്നതാണ്. കുക്കുർബിറ്റെ എന്ന് പറയുന്ന ഒരു ആൽക്കലോയിഡാണ് ആ കയ്പ്പ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ കയ്പ്പ് വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായി ജലസേചനം നടത്തുകയും വേണം. അതുപോലെ ചുവട്ടിൽ നനവും തണുപ്പും എന്നും നിലനിർത്തുക എന്നുള്ളതുമാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്നാൽ വെള്ളം കെട്ടിക്കിടക്കാൻ പാടില്ല. പെട്ടെന്ന് വാട്ടരോഗം വരുന്ന ഒരു ചെടിയാണ് സാലഡ് കുക്കുംബർ. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു മാസത്തിൽ 1 പ്രാവശ്യമെങ്കിലും സ്യൂഡോമോണാസ് ഒരു 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിനകത്ത് കലക്കി ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്ന, ഇലകളിലും ഒക്കെ തളിച്ചു കൊടുക്കാം. അങ്ങനെ കൊടുക്കുന്നത് വാട്ടരോഗം വരാതിരിക്കാൻ വളരെ നല്ലതാണ്. അതിപ്പോൾ സാലഡ് കുക്കുംബറിനെ മാത്രമല്ല, പച്ചമുളകിൻ്റെ തൈകളായാലും അതുപോലെ വെണ്ടയും അതുപോലെ പാവലും അങ്ങനെയുള്ള ചെടികൾക്കെല്ലാം തന്നെ നമ്മൾ കൃത്യമായി, തക്കാളിയുടെ തൈക്കുമുണ്ട് കേട്ടോ, അങ്ങനെ അവർക്കെല്ലാം നമ്മൾ മാസത്തിൽ 1 പ്രാവശ്യമെങ്കിലും സ്യൂഡോമോണാസ് കൊടുത്തുകൊണ്ടിരുന്നാൽ വാട്ടരോഗം നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. വാട്ടരോഗം തുടങ്ങിക്കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ചെടികളെ നമുക്ക് രക്ഷിക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാര കാര്യമല്ല. സാലഡ് കുക്കുംബർ നമ്മൾ വളർത്തുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യമാണ് കീടങ്ങളുടെ ശല്യം. മത്തൻ വണ്ടും അതുപോലെ ഇല ചുരുട്ടിപ്പുഴുവും ഇല തീനിപ്പുഴുവും അങ്ങനെ പല തരത്തിലുള്ള കീടങ്ങളുടെ ശല്യം ഉണ്ടാകുന്നൊരു ചെടിയാണ് നമ്മുടെ സാലഡ് കുക്കുംബർ എന്ന് പറയുന്നത്. അപ്പം ഞാനതിന് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 1 ഇടവിട്ട ആഴ്ചകളിൽ 1 ബിവേറിയ 20 ഗ്രാം ബിവേറിയ 1 ലിറ്റർ വെള്ളത്തിനകത്ത് കലക്കി ഒരാഴ്ചയിൽ സ്പ്രേ ചെയ്യുവാണെങ്കിൽ അടുത്ത ആഴ്ചയിൽ നമ്മൾ വേപ്പെണ്ണയും സോപ്പും എന്ന് പറഞ്ഞാൽ അത് തുല്യ അളവിലെടുത്തോണം. 5 മില്ലി വേപ്പെണ്ണയ്ക്ക് 5 മില്ലി തന്നെ സോപ്പ്. 5 മില്ലി സോപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ലിക്വിഡ് സോപ്പ് അല്ലെങ്കിൽ ഷാമ്പു അതൊക്കെ എടുക്കുന്നതാണ് നല്ലത്. കാരണം കലക്കിയെടുക്കാനും ഉപയോഗിക്കാനും ഒക്കെ വളരെ എളുപ്പമുള്ളതാണ് ഈ സോപ്പുകൾ. അപ്പോൾ അത്തരത്തിലുള്ള സോപ്പുകൾ ഉപയോഗിക്കാം. പല ആൾക്കാരും എന്നോട് ചോദിക്കാറുണ്ട്, ഈ പാത്രം കഴുകുന്ന ലിക്വിഡ് ഡിഷ് വാഷ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഷാമ്പു വേണമെങ്കിലും ഉപയോഗിക്കാനായിട്ട് പറ്റും.
നമ്മൾ ഏത് കീടനാശിനിയാണോ ഉപയോഗിക്കുന്നത്, ഞാനിവിടെ ജൈവ കീടനാശിനിയാണ് ഉപയോഗിക്കുന്നത്, കാരണം നമുക്കിത് കഴിക്കേണ്ടതാണ്. നമ്മൾ കീടനാശിനി ഉണ്ടാക്കിയതിന് ശേഷം ജൈവ കീടനാശിനി ഉണ്ടാക്കിയിട്ട് സമൂലം, അതായത് ചെടിയുടെ എല്ലാ ഭാഗങ്ങളിലും വീഴത്തക്ക രീതിയിൽ, കുളിപ്പിക്കത്തക്ക രീതിയിൽ ഈ ജൈവ കീടനാശിനി സ്പ്രേ ചെയ്ത് കൊടുക്കണം. അങ്ങനെയാണെങ്കിലേ നമുക്ക് കീടത്തിൻ്റെ ശല്യം നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ. വല്ലപ്പോഴും ചെയ്താൽ പോരാ, എല്ലാ ആഴ്ചയും നിർബന്ധമായും എന്തെങ്കിലും ഒരു ജൈവ കീടനാശിനി ഉപയോഗിച്ചുകൊണ്ടിരിക്കണം. ഇതാണ് നമുക്കിപ്പം ഇവിടെ വളർന്ന് നിൽക്കുന്ന കായ്കളൊക്കെ ഉണ്ടാകാൻ തുടങ്ങിയ, പൂക്കളിട്ട് തുടങ്ങിയ ഒരു സാലഡ് കുക്കുംബറിൻ്റെ ചെടിയെ ഈ ഒരു പാത്രത്തിനകത്താണ് നിൽക്കുന്നത്. അപ്പോൾ അവർ നല്ലോണം വളർന്നിട്ട് പൂക്കളൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതൊരു പെൺപൂവാണ്, കായായി മാറുന്ന പൂക്കളാണ്. ഇഷ്ടംപോലെ പൂക്കളൊക്കെ ഇതിനകത്ത് വന്ന് നിൽക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ഇതേപോലെ ചെടി നല്ല ആരോഗ്യത്തോടെ വളർന്ന് നിറയെ പൂക്കളും കായ്കളും ഉണ്ടാകാൻ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന വളം നിങ്ങൾക്കും കൂടെ പറഞ്ഞു തരാവേ. അതുണ്ടാക്കാനായിട്ട് ഇത് കുറച്ച് ചാരമാണേ. അപ്പം നനഞ്ഞ് കുതിർന്ന് ഇരിക്കുന്ന ചാരമാണ്. ആ ചാരത്തിനകത്തോട്ട് ഇത് കുറച്ച് ചാണകപ്പൊടിയാണേ. അപ്പം ഈ ചാണകപ്പൊടിയും കൂടെ നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഞാൻ ഇതിനകത്തോട്ട് ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ എപ്സം സോൾട്ടാണേ. അപ്പം കുറച്ച് എപ്സം സോൾട്ട്, അതായത് ഒരു ടീസ്പൂൺ എപ്സം സോൾട്ട്, അതും കൂടെ ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുവാണേ. എന്നിട്ട് നമുക്ക് ഇതിനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിനെയൊന്ന് നല്ലോണം ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. കണ്ടോ, ഇതുപോലെ നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്യണം. ഇപ്പം നേരത്തെ ഉണ്ടാക്കാനൊക്കെ പറ്റുന്നവരാണെങ്കിൽ ഇതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഉപയോഗിച്ചാലും കുഴപ്പമില്ല. ഇപ്പം നമ്മളിതിനകത്ത് ഈ 3 സാധനങ്ങളാണ് ചേർത്തിരിക്കുന്നത്. ഇതിനെ നമ്മൾ നല്ലപോലെ ഇളക്കി ചേർത്തു. ഇനി ഞാൻ ഇതിനകത്തേക്ക് നിറയെ വെള്ളം ഒഴിക്കുവാണേ. കണ്ടോ, ഇതുപോലെ നമ്മൾ ചാരവും ചാണകവും എപ്സം സോൾട്ടും കൂടെ കലക്കി നിറച്ച് വെള്ളം ഒഴിക്കുക. കണ്ടോ, ഇതുപോലെ നമ്മൾ നല്ലവണ്ണം വെള്ളത്തിൽ കലക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെടിയുടെ ചുവട്ടിൽ കൊടുക്കാം. അപ്പോൾ നമ്മളിത് ഇതുപോലെ കലക്കിയെടുത്ത വളം ചെടിയുടെ ചുവട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നത്. ഇങ്ങനെ ദ്രാവക രൂപത്തിലുള്ള വളമാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ചെടിക്കത് വളരെ വേഗത്തിൽ വലിച്ചെടുത്ത് ഉപയോഗപ്പെടുത്താനും പറ്റും. ഇതുപോലെ വളമിട്ട് കഴിഞ്ഞാൽ ചെയ്യേണ്ടത് എന്നാണെന്നറിയോ, ചെടിയുടെ ചുവട്ടിൽ മണ്ണ് കുറവുണ്ടെങ്കിൽ, ഇത് നമ്മുടെ പോട്ടിംഗ് മിക്സ് ആണേ, നമ്മൾ സാധാരണ മണ്ണിട്ട് കൊടുത്താലും മതി. ഇപ്പം ഞാൻ ടെറസയിൽ അങ്ങനെ സാധാരണ മണ്ണായിട്ട് സൂക്ഷിച്ച് വയ്ക്കാറില്ല. അപ്പോൾ അതുപോലെ മണ്ണ് കുറവുള്ളത് ഇതുപോലെ ഞാൻ പോട്ടിംഗ് മിക്സ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതാണല്ലോ ഇവിടെ നമ്മൾ ഉണ്ടാക്കി വെക്കുന്നത്, അതുകൊണ്ടാണ്. അങ്ങനെ നമ്മൾ മണ്ണും കൂടെ ഇട്ട് കൊടുക്കും. ഈ വളം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ചെടി നല്ല തുടരെ നിറയെ കായ്ക്കാൻ തുടങ്ങും. ഇപ്പം നമ്മുടെ ചെടിയിൽ നോക്കിയാലറിയാം, ഓരോ മുട്ടിലും പൂക്കളും കായ്കൾ പിടിച്ചു തുടങ്ങിയതുണ്ട്, ചെറിയ കായ്കൾ വിരിഞ്ഞു തുടങ്ങിയതുണ്ട്. അങ്ങനെയുള്ള പൂക്കളും കായ്കളും നിറഞ്ഞു നിൽക്കുകയാണ്. കണ്ടോ, ഒരു മുട്ടിൽ പോലും പൂക്കളും അല്ലെങ്കിൽ കായ്കൾ ഉണ്ടാകാനുള്ള മുട്ടും വരാത്ത മുട്ടുകളില്ല. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്കും കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങൾക്ക് ഈ വളം ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അപ്പം ഇതൊരു പെൺപൂവാണേ. അപ്പം ഇത് ഞാൻ കാണിച്ചു തരാം. ഇതൊരു ആൺപൂവാണ്. ഇപ്പോൾ സാധാരണ നമ്മളുടെ തോട്ടത്തിൽ തേനീച്ചകളോ ചിത്രശലഭങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവർ സ്വാഭാവികമായ പരാഗണം നടത്തി കൊടുക്കും. ഇനി അല്ല എങ്കിൽ നമുക്ക് ഒരു ഉറപ്പ് കിട്ടുന്നതിന് വേണ്ടി ഇതേപോലുള്ള ആൺപൂക്കളുടെ പൂമ്പൊടിയെ നമ്മൾ ഈ പൂക്കളുടെ അകത്ത് പറ്റിച്ചാൽ മതി. അപ്പം പോളിനേഷൻ നടക്കുകയും അവരെല്ലാം തന്നെ കൊഴിഞ്ഞു പോകാതെ കായ്കളായി മാറുകയും ചെയ്യും. കണ്ടോ, അപ്പോൾ ഇങ്ങനെ നമുക്ക് നടത്തി കൊടുക്കാം. ഇവിടെയൊക്കെ ഉണ്ട് നല്ലോണം. എല്ലാ മുട്ടിലും കണ്ടോ, എല്ലാ മുട്ടിലും പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ ചെറിയ ചെറിയ കായ്കളെ കാണാനുണ്ട്. കണ്ടോ, ഇതൊക്കെ കാ പിടിച്ചു തുടങ്ങിയതാണ്. ഈ സൈഡിലൊന്ന് കാണിച്ചേ, കായ ഉണ്ടായിരിക്കുന്നുണ്ടോ, കാണാവോ? അപ്പോൾ കായ്കൾ നല്ലോണം ഉണ്ടായിട്ടുണ്ട്. എല്ലാ മുട്ടുകളിലും തന്നെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പിന്നെ ഇവിടെ ഈ പ്രാവശ്യം ഒരു കമ്പ് കൊണ്ടുവന്ന് കുത്തി കൊടുക്കുകയാണ് ചെയ്തത്. അവർക്ക് ഇങ്ങനെ വട്ടത്തിൽ പടരാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. പിന്നെ അതുകൂടാതെ അവരിതേ മുകളിലോട്ട് പോകാൻ താല്പര്യം കാണിച്ചപ്പം കയറ് കെട്ടിക്കൊടുത്ത് നമ്മൾ അവരെ മുകളിലോട്ടും വളർത്തി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്നാണെന്നറിയോ, ഈ ചെടിയുടെ ചുവട്ടിൽ നനവും തണുപ്പും നിലനിർത്തുന്നതിന് ഞാനിപ്പോൾ ഈ തോട്ടം അടിച്ചു വാരിപ്പോൾ കിട്ടിയ ഉണങ്ങിയ ഇലകളാണേ,
അപ്പോൾ ഈ ഇലകൾ നമുക്ക് ഇതിൻ്റെ ചുവട്ടിലോട്ട് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചെടിയുടെ ചുവട്ടിൽ തണുപ്പ് നിലനിൽക്കും. അതാണ് ഇവർക്ക് വേണ്ടത്. അപ്പം നനവും തണലും നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ഉണങ്ങിയ ഇലകളെ നമ്മുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ ലഭ്യത അനുസരിച്ച് നമുക്ക് ചെടിയുടെ ചുവട്ടിലേക്ക് കൂടുതൽ ഈ ഉണങ്ങിയ ഇലകൾ നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ ശീമക്കൊന്നയുടെ ഇലയും ഒക്കെ ഇട്ട് കൊടുക്കുന്നതും നല്ലതാണ്, അത് കിട്ടാനുള്ളവരാണെങ്കിൽ. അപ്പം ഞാൻ ഇത്രയും ഇല കൊടുത്തിട്ടുണ്ട്. വെള്ളം വീഴുന്ന അവസരത്തിൽ ആ ഇല ചുവട്ടിലേക്ക് പതിഞ്ഞു വന്നോളും. അപ്പോൾ അവർക്ക് നല്ല നനവും തണുപ്പും ചുവട്ടിൽ നിലനിൽക്കും. അതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അതുപോലെ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടുന്ന മറ്റൊരു കാര്യമാണ് ഈ ചെടിയുടെ ചുവട് ഭാഗത്ത് വരുന്ന ഇലകളൊക്കെ പ്രൂൺ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ചെറിയ ഇലകൾ നമ്മൾ ശ്രദ്ധിച്ചേ വെട്ടിക്കൊടുക്കാവുള്ളൂ. തണ്ടും ഇലയുടെ തണ്ടും ഒക്കെ കണ്ടാൽ ഒരേപോലെ ഇരിക്കും. അപ്പോൾ ഒരു കാരണവശാലും ചെടിയുടെ തണ്ട് മുറിഞ്ഞു പോകരുത്. അങ്ങനെ മുറിഞ്ഞു പോകാത്ത വിധത്തിൽ ഈ കൂടിക്കൂടി നിൽക്കുന്ന ഭാഗത്തെ ഇലകളൊക്കെ നമുക്ക് വെട്ടി ഈ ചവറായിട്ട് അല്ലെങ്കിൽ തണലായിട്ട് ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ കാകണ്ടോ, ഇത് ഇത്രയും വരെ ആയിട്ടുണ്ട്. ഇപ്പം വളഞ്ഞു പോകാതെ നമ്മളൊരു കൂടിട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ ഈ വള്ളിയെ തട്ടിയതാണ് അവരിങ്ങനെ വളഞ്ഞു നിൽക്കുന്നത്. ചിലപ്പോഴാണ് അവർ തന്നെത്താനെ ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ കാപിടിച്ച് തുടങ്ങിയിട്ടുള്ളതാണ്. എല്ലാ മുട്ടിലും നമ്മളിത് ഈ ഒരു കമ്പ് നോക്കിയാൽ തന്നെ അറിയാം. ഇതേപോലെ ഓരോ മുട്ടിലും ഇത് നോക്കിക്കേ, ഇത് നോക്കിയാൽ ഇവിടുണ്ട് ഇങ്ങനെ ഓരോ മുട്ടിലും കായകൾ പിടിച്ചു പോയിരിക്കും. നമ്മൾ ഈ സ്യൂഡോമോണാസ് ചേർത്ത് കൊടുക്കുന്നത് എന്തിനാണെന്നറിയോ? ഈ ചെടികളുടെ തണ്ടിന് ബലം ഉണ്ടാകുന്നതിനും അതുപോലെ പോഷകങ്ങളെ മണ്ണിൽ നിന്ന് വലിച്ചെടുക്കാനുള്ള കഴിവ് കൂട്ടുന്നതിനും വേണ്ടിയാണ് നമ്മൾ ഈ എപ്സം സോൾട്ട് ചെടികൾക്ക് ഉപയോഗിച്ച് കൊടുക്കുന്നത്. എൻ്റെ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ എനിക്കൊരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.